പറഞ്ഞതനുസരിച്ച് സുന്ദരമായ മെഡല് നിർമ്മിച്ചു. ഈ മെഡല് നിർമ്മിക്കാൻ മാത്രമല്ല, ഇത് ലോകം മുഴുവനിലും പ്രചരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ആവശ്യപ്രകാരം അമ്മയുടെ ആവശ്യം ഇന്ന് നിറവേറിക്കഴിഞ്ഞു. ഈ മെഡൽ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ അത്ഭുത മെഡൽ വെറുതെ ഒരു ലോഹ കഷണമല്ല, മറിച്ച് അമ്മയുടെ ഒരാഹ്വാനം. അമ്മ പകർന്നു നൽകിയ സന്ദേശം ഇതായിരുന്നു: എൻ്റെ കൈകളിലൂടെ ഇങ്ങനെ ഒഴുകിയിറങ്ങുന്ന ഈ കൃപ, ഇത് എല്ലാ ദിവസവും നിന്റെ ഇടവക ദൈവാലയത്തിലെ ബലിപീഠത്തിൽ നിന്നിങ്ങനെ ഒഴുകിയിറങ്ങുന്നുണ്ട്. നിനക്ക് വേണ്ടി ഓരോ ദിവസവും എൻ്റെ മകൻ കൃപ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കൃപ സ്വന്തമാക്കാതെ നീ പോകുന്നുണ്ടോ എന്നൊരാത്മപരിശോധന നടത്തണം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാൻ നമുക്ക്. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടക്കാം. കാരുണ്യവാനായ കർത്താവേ, എന്നും ബലിയർപ്പണത്തിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കും, തീരുമാനിക്കും. പക്ഷേ 1-2 ദിവസങ്ങളൊക്കെ പോകും. പക്ഷെ പിന്നീട് അതങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. എല്ലാ ദിവസവും ബലിപീഠത്തിൻ്റെ മുമ്പിൽ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നുണ്ട് കർത്താവേ, പക്ഷേ ശ്രദ്ധ പലപ്പോഴും പതറിപ്പോകാറുണ്ട്. എല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുത്ത് ശ്രദ്ധയോടെ നിൽക്കുന്നുണ്ടെങ്കിലും പാപത്തിൻ്റെ ചില കറകൾ ആ കൃപ യോഗ്യതയോടുകൂടെ ഉൾക്കൊള്ളുന്നതിന് തടസ്സമായി മാറാറുണ്ട്. ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ എനിക്ക് വേണ്ടി എന്നും ഒഴുകിയിറങ്ങുന്ന കൃപ ഞാൻ പലപ്പോഴും സ്വന്തമാക്കാൻ പറ്റാതെ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നു പോയിട്ടുണ്ട്. സ്വസ്ഥമാകാം, തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മാത്രം എൻ്റെ ഇടവക ദൈവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒരുക്കിയിരിക്കുന്ന കൃപ അനുദിനം സ്വന്തമാക്കാനുള്ള ഒരു താല്പര്യം, ആ താല്പര്യം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു തീഷ്ണത, ഈശോയെ എന്നിലേക്ക് നിന്റെ അമ്മയിലൂടെ പകർന്നു നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.